ഹലോ എവ്രി വൺ. നമ്മൾ ചെയ്യുന്നത് ഒരു പ്ലം ചീസ് കേക്കാണ്. പ്ലം ചീസ് കേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്, എന്താവും എന്തോന്നും അറിയില്ല. അപ്പോൾ ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം ഒരു പാക്കറ്റ് പാലെടുത്ത് അതിനെ തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒരു മൂടി വിനീഗറാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത്. ഒരു മൂടി വിനീഗർ ഒഴിച്ചിട്ട് അതിനെ കുറച്ചും കൂടി തിളപ്പിക്കും. ഈ ഒരു പരുവത്തിലാവും. അതവിടെ മാറ്റി വെക്കുക. അതിന് ശേഷം പ്ലം എടുത്തിട്ട് മുറിച്ചിട്ട് ഇതുപോലെ ജ്യൂസിലിട്ട് അരച്ചെടുക്കണം. അതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചിട്ട് അതിനെ കുറച്ചും കൂടി തിളപ്പിച്ചിട്ട് അതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് ഒരു പ്യൂരി പോലെ ആക്കിയെടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച് പാല് തിളപ്പിച്ചതില്ലേ, അതെടുത്തിട്ട് ഒരു തുണി വെച്ചിട്ട് അതിനെ ഫുൾ അരിച്ചിട്ട് എടുക്കണം. ആ അരിച്ചെടുത്തതിൻ്റെ വെള്ളം ഫുള്ള് കളഞ്ഞിട്ട് ഈ ഒരു പരുവത്തിലേക്ക് ആക്കണം. ഇതും പിന്നെ അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്തിട്ട് അതിനെ നന്നായി അടിച്ചെടുക്കണം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ബിസ്ക്കറ്റ് എടുക്കണം. ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് എടുക്കുക. പിന്നെ അതും ഇതുപോലെ ജ്യൂസിലിട്ട് അടിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഗീ ആഡ് ചെയ്തിട്ട് അതും കൂടി മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിനെ ഈ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്, അതിലേക്ക് ഫുള്ള് സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചീസ് റെഡി ആക്കിയിട്ടില്ലേ, അതൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിനില്ലേ പഞ്ചസാര ജ്യൂസ് അടിച്ചിട്ട് പൊടിയാക്കിയിട്ടുണ്ട്, അത് അതിലേക്ക് ഇടാം. പിന്നെ കുറച്ച് കോൺഫ്ലോർ ഇടാം. പിന്നെ ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്യുക. പിന്നെ വിപ്പിംഗ് ക്രീമും നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പ്യൂരി ഇല്ലേ, അതിൽ നിന്ന് കുറച്ചും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ആക്കി എടുക്കാം. അതിനിടയിൽ ചെറുതായിട്ട് നമ്മളൊന്ന് പ്ലേറ്റ് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഈ ഒരു ഇതിലേക്കാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ ബിസ്ക്കറ്റ് സെറ്റ് ചെയ്യാൻ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിനി. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കിയെടുത്ത ഈ ഒരു ചീസും അതിലിട്ടിട്ടുള്ളൊരു ക്രീമില്ലേ, അത് ഇതിന് മുകളിലേക്ക് ഒഴിക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ആ പ്യൂരി ഇല്ലേ, അത് ഇതിന് മുകളിലേക്ക് ഒരു ലെയറായിട്ട് സെറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് പ്ലം ഉണ്ടായിന്, അതും കൂടി ഇതിന് മുകളിലേക്ക് വെച്ചെടുക്കുന്നുണ്ട്. ഒരു 45 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്ക് എന്ന് പറയാൻ പറ്റുമോ അറിയില്ല, എന്നാലും കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അബ്ദു കഴിച്ച് പിന്നെ ഞാനും കഴിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഓക്കെ, സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.